വീട്ടിൽ ചെന്ന് കയറിയതും കണ്ണൻ്റെ ഫോൺ കോൾ അവളെ തേടിയെത്തിയിരുന്നു. കലു, നിനക്ക് പോയ വഴി എന്തെങ്കിലും ക്ഷീണം ഉണ്ടായോ? ഏയ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു ഏട്ടാ. ഞങ്ങൾ വന്ന വണ്ടിയിലെ ചേട്ടൻ പതിയാണ് ഡ്രൈവ് ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കുറച്ച് ദൂരം യാത്രയുണ്ടല്ലോ. നിങ്ങൾ എപ്പോൾ ചെന്ന് വീട്ടിൽ? ഏയ്, പേടിക്കാനൊന്നുമില്ല. ഞങ്ങളിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. അതെയോ? എന്നാൽ നീ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം. ശരി ഏട്ടാ. അവൾ ഫോൺ കട്ട് ചെയ്തു. അന്ന് അവൾ കിടന്നുറങ്ങുമ്പോഴും കണ്ണൻ അവളെ വിളിച്ച് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം അച്ചമ്മയോടൊപ്പം കല്ലു കിടന്നുറങ്ങി. പക്ഷെ കണ്ണനായിരുന്നു ഏറെയും ബുദ്ധിമുട്ട്. അവളുടെ ഗന്ധം ആ മുറിയിൽ മുഴുവൻ തങ്ങി നിൽക്കുകയാണ്. അവൾ ചൂടിയ മുല്ലപ്പൂവിൻ്റെ പരിമളം അപ്പോഴും അവിടെ നിറഞ്ഞു നിൽക്കുന്നു. എന്നും തൻ്റെ ചൂട് പറ്റിയാണ് അവൾ ഉറങ്ങുന്നത്. തൻ്റെ വലതുകരം എടുത്ത് അവളെ വീർത്ത വയറിന്മേൽ പൊതിയും. അപ്പോഴാവും തൻ്റെ കൺമണി അനങ്ങുന്നത്. ചില രാത്രികളിലൊക്കെ ഉറക്കം വരാണ്ട് താനിങ്ങനെ കിടക്കും. പലപ്പോഴും സാമ്പത്തിക പ്രശ്നം മൂലമാണ്. കല്ലുവിനോട് അങ്ങനെയൊന്നും വിട്ടു പറയില്ല. കാരണം അവളെ വെറുതെ ടെൻഷൻ അടിപ്പിക്കേണ്ടതാണ്. എത്രയൊക്കെ ആണെങ്കിൽ പോലും അവൾ അടുത്തുള്ളപ്പോൾ, അവൾ സാമീപ്യം അറിയുമ്പോൾ, ആ സ്നേഹം പങ്കിടുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഖമുണ്ടായിരുന്നു. പല പല ചിന്തകളിലൂടെ തോണി തുഴഞ്ഞു പോയി എപ്പോഴും അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അച്ചമ്മയാണെങ്കിൽ കലുവിനെ വളരെ കരുതലോടെയാണ് പരിപാലിക്കുന്നത്. ഉച്ചയ്ക്കൊക്കെ അവൾക്ക് കൂട്ടാനായി പ്രത്യേകം കറികളാണ്, കൂടുതലും ഇലക്കറികൾ. ചീരയും മത്തയുടെയും ഇലകളും ചേമ്പിൻ്റെ താളും മുരിങ്ങപ്പൂവുമൊക്കെയാണ് എന്നും അവൾക്കായി ഉണ്ടാക്കുന്നത്. ഗർഭിണിയായത് മുതൽ ഇത്രയും നാളും ഷോഫിയായിരുന്നു അവളെ നോക്കിയത്. അതുകൊണ്ട് അവൾ ഇവിടെ നിൽക്കുന്ന ദിവസം സാമാന്യം തരക്കേടില്ലാതെ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കാമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം. 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം കല്ലുവും അച്ചമ്മയും കൂടെ നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് കണ്ണൻ്റെ ബൈക്ക് വരുന്നത് കല്ല് കണ്ടത്. ദേ അച്ചമ്മേ, കണ്ണേട്ടൻ! അവൾ വിളിച്ചു പോയി. ചാടി എഴുന്നേൽക്കുവാൻ തുടങ്ങിയ അവൾ അച്ചമ്മ സ്നേഹപൂർവ്വം ശാസിച്ചു. മോളെ, പതുക്കെ, വയറ്റിലൊരു കുഞ്ഞുണ്ട് കേട്ടോ. സോറി അച്ചമ്മേ, ഞാൻ പെട്ടെന്ന് ഏട്ടനെ കണ്ടപ്പോൾ. അതിന് കണ്ണൻ ഇവിടേക്കല്ലേ കുട്ടിയെ വരുന്നത്? ഒരു മയത്തിലൊക്കെ വേണം എണീക്കാൻ, ഇല്ലെങ്കിൽ അകത്ത് കിടക്കുന്നതിനാണ് ക്ഷീണം. സോറി അച്ചമ്മേ, ഇനി ശ്രദ്ധിച്ചോളാം. അതും പറഞ്ഞുകൊണ്ട് കല്ലു അവൻ്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോയി. കണ്ണേട്ടാ, ഒന്ന് സൂചിപ്പിച്ചു പോലില്ലല്ലോ. പരിഭവത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൾ. നിനക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി കയ്യിലിരുന്ന പലഹാരപ്പൊതി അവളെ കേൾപ്പിച്ചുകൊണ്ട് കണ്ണൻ അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും അവൻ്റെ ശബ്ദം കേട്ടും കല്ലുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞൊന്ന് ചലിച്ചു. ആഹാ, അച്ഛൻ്റെ ശബ്ദം കേട്ടും മനസ്സിലായല്ലോ. അവൾ കണ്ണനെ നോക്കി പറഞ്ഞു. എന്നാലും എന്നോടൊന്ന് പറയാമായിരുന്നു. ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവൻ്റെ വയറിലേക്ക് തന്നെ ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് കുത്തി അവൾ. നിന്നെന്ന് ഞെട്ടിക്കുവാനല്ലായിരുന്നോ പെണ്ണേ? അല്ല അച്ഛമ്മേ. ഇറയത്ത് നിൽക്കുന്ന അച്ഛമ്മ എന്നൊക്കെയാണ് അവനത് പറഞ്ഞത്. മോൻ ഇങ്ങനെ കയറി വട്ടം മോളെ, വണ്ടി ഓടിച്ചു മടുത്ത് വന്നതല്ലേ? അച്ഛമ്മ കല്ലുവിനെ നോക്കി കണ്ണിറക്കി. അച്ഛമ്മ കൊടുത്ത് നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ട് അരബിത്തിയിലിരിക്കുകയാണ് കണ്ണൻ. അവൻ കൊണ്ടുവന്ന നെയ്യപ്പം എടുത്ത് കൊതിയോടെ കഴിക്കുകയാണ് കല്ലു. അത് നോക്കി കണ്ണൻ ചിരിച്ചു. എൻ്റെ കല്ലുവേ, ഇന്നിങ്ങനെ ആർത്തിയുടെ കഴിച്ച വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊതിച്ചിപ്പാറുമെന്ന് പേരിടേണ്ടി വരും. അച്ഛമ്മ കളിയാക്കിയപ്പോൾ അവൾ അച്ഛമ്മയെ കുറുമ്പോടെ വീണ്ടും നോക്കി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഉഷയും എത്തിയിരുന്നു. അച്ഛമ്മ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഉഷയാണെങ്കിൽ കുറച്ച് കപ്പയും മീനുമൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. കണ്ണനോട് കുശലമൊക്കെ പറഞ്ഞതിന് ശേഷം അവർ വേഗം അടുക്കളയിലേക്ക് പോയി. അച്ഛമ്മ അപ്പോഴേക്കും ഒരു മുറം എടുത്തു കൊണ്ടുവന്ന് അതിലേക്ക് കപ്പയെല്ലാം എടുത്തു വെച്ചു. മീൻ എന്തു വടി മോളെ? വറ്റിയാണമേ, അതെല്ലാം കഷ്ണങ്ങളാക്കിയാണ് മേടിച്ചത്, അതുകൊണ്ട് എളുപ്പമുണ്ട്. അത് നന്നായി മോളെ, വേഗം ഉണ്ടാക്കാം. ആ കൊച്ചൻ വന്നിട്ട് കുറച്ച് സമയമായി, ഒന്നും കൊടുത്തില്ല ഇതേവരെ. അമ്മേ, കല്ലുമുളക്ക് മേടിച്ചു വെച്ചതിൽ നിന്നും കുറച്ച് ബേക്കറി എടുത്ത് കൊടുക്കാൻ പാടില്ലായിരുന്നോ? അതിന് കണ്ണ് സമ്മതിച്ചില്ല. വെറും നാരങ്ങ വെള്ളം മാത്രം കുടിച്ചു. നമുക്ക് വേഗം കപ്പ പുഴുങ്ങാം, മീനും പറ്റിക്കാം. വൈകിട്ട് ചേട്ടനോട് ഒരു താറാവിനെ മേടിച്ചുകൊണ്ട് വരാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കണ്ണന് ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു മോളെ. അതൊന്നും സാറില്ലമ്മേ, ഇന്നെന്തായാലും ഇവിടെ നിൽക്കട്ടെ. അവൾക്ക് സന്തോഷമാകുമല്ലോ. പെണ്ണിന് വെള്ളം പോലും ഇറങ്ങില്ലായിരുന്നു കണ്ണേട്ടനെ കാണഞ്ഞിട്ട്, ഉഷ അമ്മയോട് പറഞ്ഞു. അച്ഛമ്മ അത് കേട്ടൊന്ന് ചിരിച്ചുകൊണ്ട് കപ്പയുടെയൊക്കെ തോല് കളഞ്ഞ് മുറത്തിൻ്റെ ഒരു കോണിലേക്ക് വെച്ചു. ഈ സമയം കണ്ണനും കല്ലുവും അവളുടെ മുറിയിലായിരുന്നു. അവളുടെ വീർത്ത വയറിന്മേൽ ചുണ്ട് ചേർത്ത ശേഷം അവൻ അവളെ നോക്കി മന്ദഹസിച്ചു. എന്തേ? അവൾ അവൻ്റെ വലത് കൈ എടുത്ത് വയറിന്മേൽ ചേർത്തു. 2-3 ദിവസം കഴിഞ്ഞെങ്കിലും ഒരുപാടായതുപോലെ തോന്നുന്നു. സത്യമാണ് ഏട്ടാ, ഞാനവത് ഓർത്തിരുന്നു. അവളുടെ കാലുകളൊക്കെ ചെറുതായി നീര് വന്ന് വീർക്കാൻ തുടങ്ങി. ഇടയ്ക്ക് വല്ലാത്ത കടച്ചിലുമുണ്ടെന്ന് അവൾ പറഞ്ഞു. വീട്ടിലേക്ക് പോയേക്കാം. അവിടെയാകുമ്പോൾ ആ കുഴമ്പൊക്കെ ഇട്ട് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഒരല്പം ആശ്വാസം കിട്ടും. കണ്ണൻ അവളോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അച്ഛമ്മയാണെങ്കിൽ ഇനി വീട്ടിലേക്ക് വിടില്ലെന്നും പറഞ്ഞാണ് ഏട്ടാ. ആരെ? അവൻ്റെ പുരുക്കൻ ചൊളിഞ്ഞു. എന്നെ അല്ലാതെ പിന്നെ ആരെയാണ്? എന്താ കാരണം? അത് 7 മാസം പകുതി കഴിഞ്ഞു. ഇനി എന്നാ പോകാനാ? ദൂരെ കൂടുതലല്ലേ എന്ന്.
അതൊക്കെ അങ്ങ് പള്ളി പറഞ്ഞാൽ മതി. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. എങ്ങനെ? ബൈക്കിലോ? ബാപ്പുട്ടി കാലത്തെ കാറുമായിട്ട് ഇങ്ങോട്ട് വരും. നമുക്കതിൽ പോകാം. എൻ്റെ വണ്ടി അവൻ തിരിച്ചങ്ങ് കൊണ്ടുപോയിക്കോളും. എന്നാൽ പിന്നെ ഏട്ടൻ ആ കാറുമായിട്ട് വന്നാൽ പോരായിരുന്നോ? അത് അവൻ്റെ പെങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടി പോയേക്കുക. രാത്രിയിൽ എത്തുള്ളൂ. ഷോ, ഏട്ടനെങ്കിൽ നാളെ വന്നാൽ മതിയായിരുന്നു. ആദ്യം ഞാനും അങ്ങനെയാണ് ഓർത്തത്. പക്ഷേ എനിക്ക് നിന്നെ കാണഞ്ഞിട്ടൊരു സമാധാനവുമില്ലായിരുന്നു. അതാണ് കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റണില്ല കലുവേ. അവൻ്റെ അത്രമേൽ ആർദ്രമായ വാക്കുകൾ അവളെ ഹൃദയത്തെ പുളകിതമാക്കി. നീ നാളെ വരുന്നുണ്ടോ? ഏട്ടൻ അച്ഛമ്മയോട് പറയോ? ഒരാഴ്ച പോലും നിൽക്കാതെ എങ്ങനെയാണ്? അതൊന്നും സാരില്ല. വേറെ ആരും അല്ലല്ലോ വിളിക്കുന്നത്, നിന്റെ കെട്ടിയോനല്ലേടി. ഒക്കെ ശരിയാണ്. പക്ഷേ നിനക്ക് വരാൻ മനസ്സില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ തന്നെ പോയേക്കാം. കയറുപോടെ പറയുന്നവനെ നോക്കി നിന്ന് പോയി കല്ലു. എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ എത്രത്തോളം വിഷമമുണ്ടായോ അതിൻ്റെ 10 മടങ്ങ് സങ്കടമാണ്. ഞാനിവിടെ നിന്നേ ആദ്യമായിട്ടാണ് ഏട്ടനെ പിരിഞ്ഞ് ഈ 2-3 ദിവസം കഴിച്ചു കൂട്ടിയത്. എങ്ങനെയെങ്കിലും ഏട്ടനെന്ന് വരണേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഇന്നലെ രാത്രിയിലാണെങ്കിൽ എനിക്ക് കരച്ചിൽ കൂടി വന്നു. അച്ഛമ്മ ചോദിച്ചപ്പോൾ കാലിന് വേദനയാണെന്ന് കള്ളം പറഞ്ഞു. അറിയോ? അത് പറയുമ്പോൾ അവളുടെ ശബ്ദമിടറി. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല കലു. എൻ്റെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഓടിപ്പാഞ്ഞു വന്നത്. ബാപ്പു ഒരുപാട് തവണ പറഞ്ഞു നാളെ കാലത്തെ പോകാമെന്ന് വണ്ടിയുമായിട്ടെന്ന്. അതിന് പോലും നിൽക്കാതെ ഞാൻ വന്നത് നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. രണ്ടാളും തങ്ങളുടെ വിരഹവേദന ഒരുപോലെ പങ്കുവയ്ക്കുകയാണ്. മോളെ കല്ലുവേ, കണ്ണനെ വിളിച്ചുകൊണ്ട് വായോ. ആ കുട്ടി വന്നിട്ട് ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ. അച്ചമ്മയാണ്. കണ്ണേട്ടാ വാ കേട്ടോ, അപ്പച്ചി കപ്പയും മീൻകറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അവനെ വിളിച്ചുകൊണ്ട് കലു ഊണുമുറിയിലേക്ക് പോയി. അച്ചമ്മയും അപ്പച്ചിയും കൂടെ കൈ കഴുക്, നമുക്ക് ഒരുമിച്ചിരിക്കാം. കണ്ണൻ നിർബന്ധിച്ചുവെങ്കിലും അവർ പിന്നീട് ഇരുന്നോളാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. കല്ലുവാണെങ്കിൽ ഒരല്പം മാത്രമേ കഴിച്ചുള്ളൂ. ഇടയ്ക്കൊക്കെ വയറ്റിൽ ഗ്യാസ് കെട്ടുമെന്നും പറഞ്ഞാണ് അവൾ കപ്പ കഴിക്കാതിരുന്നത്. മോനെ, നാളെ പോയാൽ മതി കേട്ടോ. എന്തായാലും വന്നതല്ലേ. അവൻ്റെ പാത്രത്തിലേക്ക് ഇത്രയും മീൻ കൂട്ടൻ കൂടി ഒഴിച്ചുകൊണ്ട് ഉഷ പറഞ്ഞു. അപ്പച്ചി, ഞാനെന്നാലേ നാളെ കല്ലുവിനെയും കൂടി ഇങ്ങ് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. നാളെയോ? 2 ദിവസമായതല്ലേ ഉള്ളൂ മോനെ ഈ കുട്ടി വന്നിട്ട്. അച്ചിമ്മയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അതൊന്നും സാരില്ല അച്ചമ്മേ, കല്ലു അവിടെ നിന്നോളും. അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ പോവുകയും വേണം. എന്നാലും എൻ്റെ മോനെ ആളുകളൊക്കെ എന്ത് വിചാരിക്കും? അതൊന്നും സാരില്ല അപ്പച്ചി. ഇവിടെയാണെങ്കിൽ അച്ചിമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പച്ചിക്ക് ജോലിക്കും പോകണ്ടേ? ഞാൻ കല്ലുവിനെയും കൊണ്ട് പോയിക്കോളാം. അച്ചമ്മ കൂടി വരുന്നോ അങ്ങട്? ഞാനില്ല മോനെ. കല്ലുമോൾ അവിടെ നിന്നും ആശുപത്രിയിൽ പോക്കാളാമെന്ന് എന്നോട് പറഞ്ഞു. ഷോഫയും പറഞ്ഞിരുന്നേ. പക്ഷേ ഇത്രയും പെട്ടെന്ന്? ഈ കുട്ടിയാണെങ്കിൽ എൻ്റെ ഒപ്പം കല്യാണം കഴിഞ്ഞ് ഒന്ന് നിന്നിട്ട് പോലും ഇല്ലല്ലോ. ഇനിയെങ്കിലും എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് കരുതി സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അച്ചിമ്മയുടെ പരിഭവം കേട്ടപ്പോൾ കണ്ണനും കല്ലുവിനും വിഷമമായിരുന്നു. മോള് പോകുന്നുണ്ടോ കണ്ണൻ്റെ ഒപ്പം? അച്ചമ്മ ചോദിച്ചപ്പോൾ കല്ലുവിന് പെട്ടെന്ന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അത് പിന്നെ അച്ചമ്മേ, ഞാനിപ്പോൾ... അവളുടെ വാക്കുകൾ മുറിഞ്ഞു. എങ്കിൽ സാരില്ല അച്ചമ്മേ, കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. കല്ല് ഇവിടെ നിൽക്കട്ടെ. അവളുടെ അവസ്ഥ മനസ്സിലാക്കി കണ്ണൻ വേഗം പറഞ്ഞു. അച്ചമ്മയ്ക്ക് സങ്കടാവുമല്ലോ എന്ന് കരുതിയാണ് കല്ലൊന്നും മിണ്ടാതെ നിന്നത്. സാരില്ല മോളെ, നീ പോകുന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ. എപ്പോൾ ഓടി വരാൻ കണ്ണനും ബുദ്ധിമുട്ടില്ലേ? കുഴപ്പമില്ല അച്ചമ്മേ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടേക്ക് പൊയ്ക്കോളാം. കല്ല് പറഞ്ഞപ്പോൾ കണ്ണനും അങ്ങനെ തന്നെ മതിയെന്ന് പറഞ്ഞു. അവൻ ഫോൺ ശബ്ദിച്ചപ്പോൾ വേഗം കൈ കഴുകി തുടച്ചിട്ട് ഫോൺ എടുക്കാനായി അവൻ മുറിയിലേക്ക് പോയി. കല്ലു. അല്പം കഴിഞ്ഞതും അവൻ ഫോൺ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. എന്തോ? ഞാൻ എന്നാൽ ഇറങ്ങുക കേട്ടോ. നാളെ കാലത്തെ 2 ഓട്ടോ ഉണ്ട്. നമ്മുടെ മുതലാളിയാണ് ഇപ്പോൾ വിളിച്ചത്. അവൻ തിടുക്കത്തിൽ അവിടെ അടുത്തേക്ക് വന്നു. അയ്യോ, ഇന്ന് പോണില്ലെന്ന് പറഞ്ഞിട്ടോ? കല്ലു, നമ്മുടെ മേലപ്പറമ്പിലെ സിബിക്ക് വീട് പണിയാൻ അത്യാവശ്യമായിട്ട് കല്ലിറക്കണം. പോകാതെ പറ്റില്ല. കല്ല് സങ്കടത്തോടെ അവനെ നോക്കി. വല്ലപ്പോഴും അല്ലേ പണിയുള്ളൂ. കിട്ടുന്ന ഓട്ടം കളഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യും? ഒരുപാട് പൈസ ആവശ്യമുണ്ട് കല്ലു. അവനത് പറഞ്ഞപ്പോൾ കല്ല് പിന്നീടൊന്നും പറഞ്ഞില്ല. അരമണിക്കൂറിനുള്ളിൽ അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി. നിറമിഴികളോടെ തന്നെ നോക്കി നിൽക്കുന്ന കല്ലുവിനെ അവൻ ബൈക്കിൻ്റെ കണ്ണാടിയിൽ കൂടി കണ്ടിരുന്നു. അവൻ്റെ മനസ്സിലും സങ്കടം ഏറെയുണ്ട്. പക്ഷെ പോവാതെ വേറെ നിർവാഹമില്ലായിരുന്നു. മോളെ, ത്രിസന്ധിയാണ്. മുറിയിലേക്ക് കയറി വായോ. അച്ഛമ്മ വിളിച്ചപ്പോൾ കല്ലു വരാന്തയിലേക്ക് കയറി. എൻ്റെ കുട്ടിക്ക് വിഷമമായോ? എന്തിനാണ് അച്ഛമ്മേ? അല്ല, കണ്ണൻ്റെ ഒപ്പം പോകാൻ പറ്റാഞ്ഞിട്ട്. ഏയ്, അതൊന്നും സാരില്ല. എൻ്റെ അച്ഛമ്മയുടെ കൂടെയല്ലേ ഞാൻ നിൽക്കുന്നത്. പിന്നെ എന്തിനാ വിഷമം? എന്നാലും പിന്നീട് ഞാൻ ഓർത്തു, 2 കൂടി നാളെ വിടാമായിരുന്നു എന്ന്. സാരില്ല, അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. 2 കൂടി അകത്തേക്ക് കയറി വാ. നല്ല കാറ്റുണ്ടല്ലോ. മഴ പെയ്യുന്നു തോന്നുന്നു. ഉഷ വന്ന് വിളിച്ചപ്പോൾ അച്ഛമ്മയും കല്ലുവും കൂടെ മുറിയിലേക്ക് കയറി. അപ്പോഴാണ് ഉഷയുടെ ഭർത്താവിൻ്റെ ബൈക്ക് വന്ന് നിന്നത്. കണ്ണം പോയോ? വണ്ടി നിർത്തി ഇറങ്ങിയിട്ട് അയാൾ ചോദിച്ചു.
ഞാൻ ചേട്ടൻ്റെ ഫോണിൽ വിളിച്ചായിരുന്നു. എടുക്കാഞ്ഞത് എന്താ? ഉഷ അയാളുടെ കയ്യിലും സാധനങ്ങൾ അടങ്ങിയ കവർ മേടിച്ചുകൊണ്ട് ചോദിച്ചു. എടി അത് പിന്നെ ഞാൻ വണ്ടി ഓടിക്കുമല്ലായിരുന്നോ. കണ്ണന് നാളെ ഒരു ഓട്ടം കിട്ടി. ആരോ അത്യാവശ്യമായിട്ട് വിളിച്ചു, അതുകൊണ്ട് പോയതാണ്. ഇല്ലെങ്കിൽ നാളെ പോകാനായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് പോകില്ലെന്ന്. കുറച്ചുകൂടെ നേരത്തെ വരായിരുന്നു. കണ്ണൻ എന്ത് വിചാരിക്കുമാവോ? അതൊന്നും സാരില്ല ചിറ്റപ്പ, ഇനി വരുമ്പോൾ കാണാലോ, കല്ലു പറഞ്ഞു. അയാൾ മേടിച്ചു കൊണ്ടുവന്ന പോത്തിറച്ചിയെടുത്ത് ഫ്രീസറിൽ വെക്കുകയാണ് ഉഷ. ഇനി നാളെ ഇത് വെക്കാം അല്ലേ അമ്മേ? വല്ലാത്ത നടുവിന് വേദനയാണ്. മതി മോളെ, ഇനിയിപ്പോൾ മീൻ കൂട്ടാനുണ്ടല്ലോ, എല്ലാം കൂടി തീർക്കണ്ട. അതും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ കല്ലുവിൻ്റെ അടുത്തേക്ക് പോയി. രാത്രിയിൽ തിരികെ വീട്ടിലെത്തിയിടും കണ്ണന് ആകെ സങ്കടമായിരുന്നു. കല്ലുവിനെ കൂട്ടാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയതാണെങ്കിൽ പോലും അച്ഛമ്മയുടെ ആഗ്രഹമല്ലേ അവളെ കൂടെ നിർത്തണമെന്നുള്ളത് എന്നോർത്താണ് അവൻ അവിടെ നിന്നും പോകുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല വിഷമം തോന്നി. അവളെ കൂട്ടി പോന്നാൽ മതിയായിരുന്നു. എന്നാ പറയാനാ, അബദ്ധമാണ് കാണിച്ചത്. അവൻ ആരോടുന്നില്ലാതെ പെറുപിറുത്തു. കണ്ണാ, എന്താമ്മേ, നീ കഴിക്കാൻ വരുന്നില്ലേ? ചോറ് വിളമ്പി വെച്ചിട്ട് എത്ര നേരമായി? ആ വരുവാ. നീ എന്നാ കഴിച്ചു? വിശപ്പില്ലല്ലോ. ഞാൻ കല്ലുവിൻ്റെ വീട്ടിൽ നിന്നും കപ്പയും മീൻ കറിയും കഴിച്ചു. നീ എപ്പോഴാണ് അവിടേക്ക് പോയത്? വൈകിട്ട്. എന്നിട്ടെന്താടാ പറയാഞ്ഞത്? അത് പെട്ടെന്ന് തീരുമാനിച്ചു പോയതാ. പറയാനുള്ള സമയമൊന്നും കിട്ടിയില്ലമ്മേ. മോൾ എന്തു പറഞ്ഞു? ക്ഷീണമൊന്നും ഇല്ലല്ലോ അല്ലേ? കാലിന് വേദന ഉണ്ടെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമില്ല. ഇവിടെ വന്ന് കുഴമ്പൊക്കെ തേച്ച് കുളിച്ച് ശരിയാകുമെന്ന് ഞാനും പറഞ്ഞു. എന്നാൽ പിന്നെ ഇങ്ങോട്ട് കൂട്ടിപ്പോരാൻ മേലായിരുന്നോ നിനക്ക്? എൻ്റെ അമ്മേ, ഞാൻ വിളിച്ചതാണ്. പക്ഷേ അച്ഛമ്മയ്ക്ക് സങ്കടം. അവളെ കുറച്ച് ദിവസം കൂടി നിർത്തണമെന്ന്. അതുകൊണ്ട് പിന്നെ അവളെ അവിടെ കൂടാതെ പോകുന്നത്. സാരില്ല മോനെ. അച്ഛമ്മയല്ലേ ഇത്രയും നാളും മോളെ നോക്കിയത്. കല്യാണം കഴിഞ്ഞ് ഇതുവരെ കല്ലു അവിടെ പോയി നിന്നതും ഇല്ലല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അച്ഛമ്മയും കൂട്ടാം. കല്ലുമ്മൾക്കൊരു കൂട്ടുമാകുമല്ലോ. അതിന് അമ്മ എവിടെ പോകുന്നു? അതിന് മറുപടിയൊന്നും പറയാതെ ശോഭ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശോഭയുടെ ഫോണിലേക്ക് കല്ല് വിളിച്ചത്. ആരടി? കല്ലുമോളാണ് ചേട്ടാ. ശോഭ ഫോൺ എടുത്തു. ഹലോ മോളെ. അമ്മേ, മഴയുണ്ടോ? ഇല്ല മോളെ. നന്നായി കാറും കോളും കയറിയതായിരുന്നു, പക്ഷെ മാറിപ്പോയി. അവിടെയോ? ഇപ്പം നന്നായി പെയ്യുന്നുണ്ട്. ആണോ? അച്ഛമ്മയൊക്കെ എന്തിയേ? അപ്പുറത്തുണ്ട്. ഏട്ടനോ അച്ഛനോ? രണ്ടാളും ഇരുന്ന് ചോറ് കഴിക്കുക. മോള് കഴിച്ചോ? കഴിച്ചമ്മേ. കണ്ണനാണെങ്കിൽ മോളെ കൊണ്ടുവരാൻ അവിടേക്ക് പോകുന്ന കാര്യം ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. എൻ്റെ അമ്മേ, ഏട്ടൻ ഈ മുറ്റത്ത് കയറി വന്നപ്പോഴാണ് ഞാനും അച്ഛമ്മയൊക്കെ അറിയുന്നത്. ഇവിടെ പറഞ്ഞില്ല, സർപ്രൈസ് തരാനായിരുന്നു എന്ന് പറഞ്ഞു. ഇവൻ ഇങ്ങനെയൊക്കെ ഓരോ പണിയുണ്ട് ഇടയ്ക്കൊക്കെ. അതെ അതെ, രാജി ചേച്ചിയും ശ്രീകുട്ടിയും വിളിച്ചോ അമ്മേ? രണ്ടുപേരും ഞാൻ നാമം ചൊല്ലിക്കഴിഞ്ഞ് വിളിച്ചിരുന്നു. അവിടെയൊക്കെ മഴയുണ്ടെന്ന് പറഞ്ഞു. ആണല്ലേ? എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നു. ശരിയാ. അത് പോട്ടെ. മോളിനി എന്നാണ് ഇവിടേക്ക് വരുന്നത്? ഞാൻ അടുത്ത ആഴ്ച അവസാനമാണ് ഇനി ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുന്നത്. അത് കഴിഞ്ഞ് അവിടേക്ക് വരാം എന്ന് ഓർത്തിരിക്കുകയാണ് അമ്മേ. എങ്കിൽ അത് മതി മോളെ. അത്രയും ദിവസം അച്ഛമ്മയുടെ അടുത്ത് നിൽക്കൂ കേട്ടോ. ശരി അമ്മേ, എന്നാ വെച്ചേക്കട്ടെ മോളെ. അമ്മേ, ഒരു മിനിറ്റ്. അച്ഛനുണ്ടോ അടുത്ത്? ഉണ്ട് മോളെ, ഞാനിപ്പോൾ കൊടുക്കാം. മോൾക്ക് ചേട്ടനോട് സംസാരിക്കണമെന്ന്. ശോഭ ഭർത്താവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. കല്ലി വേണമെങ്കിൽ അല്പസമയം അച്ഛനോട് സംസാരിച്ച ശേഷം ഫോൺ വെച്ചത്. കണ്ണൻ കാലത്തെ ഓട്ടം പോകേണ്ടത് കൊണ്ട് നേരത്തെ കിടന്നുറങ്ങി. കല്ലുവിനോട് കിടക്കാൻ പോകുവാണെന്നും അവൻ മെസ്സേജ് അയച്ചിരുന്നു.